ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ള അഭിമന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വാലിങ്കലച്ച, ബലിവേദിയിലായിരിക്കുന്ന സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വല്ലാർപാടത്തേക്ക് തിരുനാളിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ സമയത്തല്ലല്ലോ അച്ഛ തിരുനാൾ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മയുടെ തിരുനാളല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ അവൻ ചോദിച്ചു, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ അവിടെ ആഘോഷിക്കുന്നത്? അതിൻ്റെ ചരിത്രം നമുക്കറിയാം, പിതാവ് ആമുഖത്തിൽ അത് സൂചിപ്പിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ മാധ്യസ്ഥ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടവകയിൽ എന്തുകൊണ്ടും വളരെ സുന്ദരമായി ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ. രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പറ്റി ഇത്രയ്ക്കും വ്യക്തമായും കൃത്യമായും അവബോധമുണ്ടായിരുന്ന വേറൊരു വ്യക്തിത്വത്തെ നമുക്ക് ദർശിക്കാനാവും. രണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈ ലോകം സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ പറ്റി വ്യക്തമായ കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് എന്ന് പറയാനുള്ള കാരണം, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ മാലാക പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അമ്മയ്ക്ക് സംശയമായി. അമ്മ മാലാകയോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഒരു സംശയം ചോദിച്ച് അതിൻ്റെ നിവാരണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മാലാക അവളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത് കേട്ടതോടുകൂടെ അവളുടെ സംശയം മാറി. കാരണം പരിശുദ്ധാത്മാവ് ആരാണെന്ന് ദൈവമായ കർത്താവ് അവളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് ഈ ഒരു വചനഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ലോക ജനതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ വളരെ ആഘോഷത്തോടു കൂടെ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ നടത്താൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഒരു തിരുനാളാണ് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണെന്ന് വ്യക്തിപരമായി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പകർന്നു നൽകുകയാണ്. 1, വെളിച്ചം. 2 വ്യക്തത. 3, നിറവ്, പൂർണ്ണത. ഇത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്നപ്പോൾ അവിടെ നിയതമായ രൂപം ലഭിച്ചു. ശൂന്യതയിൽ നിന്ന് നിറവ് സ്വന്തമാക്കി, അന്ധകാരത്തിൽ നിന്ന് അവർ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. ആയതിനാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ ദൈവത്തിൻ്റെ ചൈതന്യം
വേറൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവ്. വീണ്ടും പ്രവചനങ്ങളുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എസക്കിയേൽ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയിലേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുപോകുന്നു. എന്നിട്ട് ദൈവം അവനോട് പറയുന്നുണ്ട്, ഈ അസ്ഥികളോട് പ്രവചിക്കുക. ദൈവത്തിൻ്റെ വചനം പ്രവാചകന്റെ അധരങ്ങളിലൂടെ ഈ അസ്ഥികളുടെ മുകളിലേക്ക് പ്രവഹിക്കപ്പെട്ടപ്പോൾ ഒരു കിരുകിരാ ശബ്ദത്തോടുകൂടെ അസ്ഥികൾ പരസ്പരം കൂടിച്ചേരുകയും മജ്ജയും മാംസവും വന്നു ചേരുകയും ഏറ്റവും മുകളിൽ ചർമ്മം ഒരാവരണമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വളരെ മനോഹരമായി പ്രവചന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്, അവർക്ക് ജീവനുണ്ടായിരുന്നു. കാണുമ്പോൾ നമ്മളെയൊക്കെ പോലെ തോന്നും, പക്ഷെ ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവനോട് വീണ്ടും പ്രവചിക്കുന്നു. അവൻ വീണ്ടും കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് 4 വായുക്കളിൽ നിന്നും ഈ നിഹിതന്മാരിലേക്ക് ആഞ്ഞു വീശാൻ ജീവശ്വാസത്തോട് പ്രവചിക്കുകയാണ്. ജീവശ്വാസം അവരിലേക്ക് വന്നപ്പോൾ അവർ ജീവനുള്ളവരായി മാറി എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രവചന ഗ്രന്ഥത്തിലെ ഈ അസ്ഥികളുടെ താഴ്വര എന്ന പ്രതീകത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് മുമ്പിൽ അരുളി ചെയ്യുന്ന, പ്രഘോഷിക്കുന്ന ഒരു കാര്യം രൂപരഹിതവും ശൂന്യവും അന്ധകാരാവൃതവുമായ ഒരവസ്ഥയെ പറ്റിയാണ്. ബാബിലോൺ പ്രവാസ കാലഘട്ടത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. പ്രതീകാത്മകമായി അവതരിപ്പിച്ചുവെന്ന് മാത്രം. അവിടേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്നപ്പോൾ കൃത്യമായ വ്യക്തമായ വെളിച്ചവും ബോധ്യവും നിറവും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയാണ്. വീണ്ടും പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരുടെ നടപടിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ മകനായ യേശു ക്രിസ്തു മരണം, ഉത്ഥാനം 40 ദിവസം കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ താഴെ ഉണ്ടായിരുന്ന 12 പേർക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അവരുടെ ജീവിതം രൂപരാഹിത്യത്തിലേക്ക്, അന്ധകാരത്തിലേക്ക്, ശൂന്യതയിലേക്ക് പോകുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയം ഇവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യത്തെ നൊവേന 9 ദിവസത്തെ പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ഭയപ്പാട് പോയി, അന്ധകാരമൊക്കെ അപ്രത്യക്ഷമായി. അവർക്ക് കൃത്യമായ വ്യക്തമായ ധാരണ അവരുടെ വിശ്വാസത്തെ പറ്റി സംഭവിച്ചു. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൻ്റെ കടന്നുവരവ് നമുക്ക് നൽകുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിച്ചം, പൂർണ്ണത, വ്യക്തത, ഇത് 3 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇനി എന്ത് എന്ന് കൃത്യമായി അറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. അന്ധകാരത്തിൻ്റെ ഒരുപാട് മൂലകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലല്ലേ, ഒരുപാട് ശൂന്യതകൾ നമ്മയൊക്കെ പലപ്പോഴും വേട്ടയാടുന്നില്ലേ. പ്രിയമുള്ളവരെ, ആത്മാവ് കടന്നു വരും. ഈ ആത്മാവ് എങ്ങനെയാണ് കടന്നു വരിക? ഒരൊറ്റ കാര്യം മാത്രമുള്ളൂ, കർത്താവിൻ്റെ ശരീരത്തെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ആ ശരീരത്തിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്. കർത്താവിൻ്റെ ഈ ദിവ്യകാരുണ്യ അപ്പത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകും. ഒരിക്കൽ ഒരാലയത്തിൽ ബലിയർപ്പണം കഴിഞ്ഞ് പുറത്തു നിൽക്കുമ്പോൾ ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മാമ്മ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞതാണ്, എനിക്ക് 80 വയസ്സായി, 9ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചത്. അതിനുശേഷം 71 വർഷവും ഒരൊറ്റ ദിവസം പോലും ഞാൻ ദൈവാലയത്തിൽ പോകാതിരുന്നിട്ടില്ല. അതിനിടയ്ക്ക് എനിക്ക് 7 മക്കളുണ്ടായി. അവരെ പ്രസവിക്കുന്ന ആ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കി ഒരു സമയത്തും ഞാൻ ദൈവാലയത്തിൽ പോകാതിരുന്നിട്ടില്ല. ഏതാണ്ട് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവാലയത്തിൽ എത്ര കുർബാനയുണ്ടോ അത്രയും കുർബാനയിൽ പങ്കെടുക്കും. എല്ലാ കുർബാനയിലും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യും. വികാരിയച്ചന്മാർ എന്നെ വന്ന് വഴക്ക് പറയും, പക്ഷേ 1-2 പ്രാവശ്യമൊക്കെ പറയും. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ എനിക്ക് എല്ലാ കുർബാനയും കാണണം. കുർബാനയിൽ പങ്കെടുത്താൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ ഒന്നും പറയരുത്, ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കും.
എന്നിട്ട് ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, 71 വർഷം ഒരൊറ്റ ദിവസം പോലും മടങ്ങാതെ ഈ ശരീരത്തോട് കർത്താവിൻ്റെ ശരീരം ചേർത്ത് വയ്ക്കുന്നതിൽ ഞാൻ പരിശ്രമിച്ചു, ഞാൻ വിജയിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ എനിക്കൊരു പരാതിയുണ്ട്, എനിക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, വേറെ ഒന്നുമല്ല. ഇത്രയും നാൾ ഞാൻ സ്വീകരിച്ച ഈ ദിവ്യകാരുണ്യം എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാൻ സാധിച്ചാൽ ഈ ശരീരത്തെക്കാളും 100 ഇരട്ടി വലുപ്പമുള്ള കർത്താവിൻ്റെ ശരീരം എനിക്ക് പുറത്ത് സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ എൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ശരീരവും ആ ശരീരവും തമ്മിൽ പൂർണ്ണമായി ഇഴുകിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ഈ 2 ശരീരങ്ങളും പൂർണ്ണമായി ഇഴുകിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അന്നു മുതൽ ഇന്ന് വരെ ഓരോ ബലിയർപ്പണത്തിലും അമ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, മറിച്ച് എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്കും പൂർണ്ണമായ ഒരൈക്യം സൂക്ഷിക്കാൻ, സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയുള്ള നമുക്കെല്ലാവർക്കും. ആയതിനാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ, നിൻ്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിലിങ്ങനെ ചേർത്ത് വയ്ക്കുന്നുണ്ട്, പക്ഷെ ഒരു വിടവുണ്ട്. ആ വിടവിലേക്ക് ഇങ്ങനെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ അത് കൃത്യമായി പൂർണ്ണമായി ഇഴുകിച്ചേരും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി, ഗബ്രിയേൽ ദൂതൻ അമ്മയെ നോക്കി പറഞ്ഞതുപോലെ പറയും, ദൈവകൃപ നിറഞ്ഞവൻ, ദൈവകൃപ നിറഞ്ഞവൻ. അതുപോലെ പറയിപ്പിക്കാൻ ഈ തിരുനാൾ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ സന്തോഷത്തോടെ നേരുന്നു.